യെസ് കേറ്റടി എല്ലാവരും ഈ ഒരു ഏരിയയിൽ റെഡിയാണ്. നാല് വണ്ടിയാണ്. ഓക്കെ, പിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ബ്രോ ഇൻഫ്ലുവൻസ് കാണിക്കുന്നില്ല. ബ്രോയ്ക്ക് ഇൻഫ്ലുവൻസ് കാണിക്കുന്നില്ലേ? ഇല്ല, ഇൻഫ്ലുവൻസ് കാണിക്കുന്നില്ലേ? സോൺ കാണുന്നില്ലേ? കാണുന്നുണ്ട്. ഇൻഫ്ലുവൻസ് കാണുന്നില്ലല്ലോ. ആ സോൺ ഒന്നുകൂടി ഒന്ന് ഇട്ടെന്ന് വരുമോ നോക്കട്ടെ. ഇപ്പൊ റെഡിയായോ? ഇല്ല, വളരെ മോശം. എന്റെ സോട്ട പുറത്തോട്ട് ഇപ്പോഴും കാണുന്നില്ല. ഇപ്പൊ കാണുന്നില്ലേ? ഇല്ല, എന്താ ബ്രോയ്ക്ക് കാണാതെ? സോണിന്റെ ഇൻഫ്ലുവൻസ് ആണോ കാണാതെ? ഇൻഫ്ലുവൻസ് ടർഫ് കയറണം ബ്രോ. ഞാനാണ് ആദ്യം കയറിയത്. എന്നിട്ടാണ് പിന്നെ ബ്രോയ്ക്ക് കാണാൻ പറ്റാത്ത? ബ്രോ ഈ ടർഫ് തുടങ്ങുന്നതിന് അറ്റ്ലീസ്റ്റ് റെഡി ആണോ എന്നൊക്കെ ചോദിക്കണ്ടേ ബ്രോ? അതൊന്നും ചോദിക്കാൻ നടക്കത്തില്ല ബ്രോ. നിങ്ങൾ സമയത്തിനുള്ളിൽ കയറി നിൽക്കേണ്ട നിങ്ങളുടെ ഉത്തരവാദിത്തം. സമയം ആകുമ്പോൾ തുടങ്ങും. എന്നാലും ഒന്ന് അറ്റ്ലീസ്റ്റ് റെഡി കിട്ടും. അതുപോലും ചോദിക്കത്തില്ല ബ്രോ. 10:45 ആയാൽ തുടങ്ങും. മോശം തന്നെ. ആരടിച്ചു വിടുവേ? ഇൻഫ്ലുവൻസ് കാണിക്കുന്നില്ല. അടിച്ചോളാം. സോണ് കാണാ സ്റ്റീവേ? ഞാനെന്തോ അഡ്മിനാന്നോ? ഓക്കെ, നല്ലൊരു സ്പ്രേ വരുന്നുണ്ട്. ഇവിടെ ഒരു വണ്ടി ഇവിടെ ലോക്ക് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. 4 പേർ അടങ്ങുന്ന വണ്ടിയാണ്. അവർക്ക് ആ പിക്ക് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ ഭയങ്കര അഡ്വാൻറ്റേജ് ആയനെ. ഓക്കെ, അവരുടെ വണ്ടി ലോക്കായി. അവർ 4 പ്ലേയേഴ്സ് ആയി. അയ്യോ, ഡ്രൈവർ ഡൗൺ. അനദർ പ്ലെയർ ഡൗൺ. മാഡി സീക്ക് ഡൗൺ. ഡേവിഡ് സുലു ഡൗൺ. 4 പേര് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഓ, ബേക്കിയുടെ വക ഒരു നല്ലൊരു ടാഗ്. കെടിയുടെ 4 പ്ലേയേഴ്സ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അസൻസിയോ ഒക്കെ താഴെ ഇറങ്ങിയിട്ട് മുതുവെടി താഴെ എന്നുള്ള ആരും അവിടെ കണ്ടില്ലെന്ന് തോന്നുന്നു. അവരുടെ പ്ലേയേഴ്സ് ഈ ഒരു ആംഗിള് എടുക്കാൻ ശ്രമിച്ചോണ്ടിരിക്കുകയാണ്. അസൻസിയോ കയറി വരുന്നത്. അസൻസിയോ ഒക്കെ ഈ ഒരു ബിൽഡിങ്ങിലോട്ട് ഹാർഡ് റഷ് ചെയ്ത് കയറി വരുവാണെന്ന് തോന്നുന്നു. വൈപ്പർ അവിടെ ചാടിയിട്ടുണ്ട്. വൈപ്പറിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അസൻസിയോ. അസൻസിയോ ഒക്കെ അവിടെ ബിൽഡിംഗ് റൊട്ടേറ്റ് ചെയ്തിട്ട് അഗ്രസീവ് പുഷാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. അസൻസിയോക്ക് സപ്പോർട്ട് ആരും വന്നിട്ട് വരുന്നുണ്ട്. ഓക്കെ, അസൻസിയോക്ക് സപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് ഇനി ഒരു ഹാർഡ് റഷ് നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. നോക്കട്ടെ. സാവേജ് സ്പോട്ട് ചെയ്തു മാൽഡീനിനെ. അസൻസിയോ മുകളിൽ കയറി നല്ലൊരു സ്പ്രേ. എല്ലായിടത്തും അസൻസിയോ കഴിയും. അസൻസിയോ അവിടുന്ന് ബാക്ക് ഇറങ്ങിയിട്ടുണ്ട്. നെട്ടൂർ സ്റ്റീഫനെ അവർ നോട്ട് ചെയ്തിട്ടില്ല. വൈപ്പർ വേഴ്സസ് മുച്ചറി, നല്ലൊരു ടാഗ്. സാവേജ് ലിറ്ററലി ലോ ആണ് വൈപ്പർ, ബട്ട് അവിടെ പിക്ക് ഓഫ് എടുക്കാൻ സാധിച്ചില്ല. ഓ, ഡെസ്ട്രോനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. പീറ്റർ പാർക്കർ അവിടെ ഡെസ്ട്രോനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. പീറ്റർ പാർക്കറിന്റെ വക നല്ലൊരു പിക്ക്. ഡെസ്ട്രോ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ KTD, വൈപ്പർ, അസൻസിയോ വീണ്ടും നമ്മൾ നീല അവിടെ പോയി നെട്ടൂർ സ്റ്റീഫനെ പിക്ക് ഓഫ് ചെയ്തു. അവിടുന്ന് ബാക്ക് ഇറങ്ങി. മുച്ചറി അടി വരുന്നുണ്ട്. അസൻസിയോ മേളിൽ നിന്ന് അടിക്കുന്നുണ്ട്. അവിടെ സൈലന്റ് അവിടെ കയറി വന്ന് സാവേജിന് ടാഗ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. ഓ, ലോങ്ങിൽ നിന്ന് നല്ലൊരു കവർ ഫയറോട് കൂടി സൈലന്റിനെ ഡൗൺ ആക്കി. മാൽഡീനെ പുഷ് ചെയ്ത് മുച്ചറി വന്ന് സാവേജ് കയറി വരികയാണ്. പീറ്റർ പാക്കറിനെ പുഷ് ചെയ്ത് ഇറ്റാച്ചി അവിടെ പീറ്റർ പാക്കറിന്റെ പിക്ക് കൺഫേം ചെയ്തിരിക്കുകയാണ്. അസൻസിയോ ജുഗ്രു ഈ ഒരു ഏരിയ കയറി വന്നിട്ടുണ്ട്. KTDയിലെ ലാസ്റ്റ് പ്ലെയർ, ലാസ്റ്റ് മാൻ സ്റ്റാൻഡിങ് ഓൾസോ ഡൗൺ ആയിരിക്കുകയാണ്. ഇനി ആരെങ്കിലും ബാക്കിയുണ്ടോ?
KTD ബേക്കി വേഴ്സസ് ഏബൽ ജോസഫ്. ബേക്കി ഡൗൺ. ഞാൻ ഇവന്മാരോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട്, 10 മിനിറ്റ് ടർഫ് കയറക്കരുത്, 10 മിനിറ്റ് ടർഫ് കയറക്കരുത്. തുടങ്ങിയിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് 10-12 മിനിറ്റ് ആയുള്ളൂ. ഇനി ഇവന്മാർ ടർഫ് കളിക്കരാ. ഇനി ടർഫിൽ പുതിയ റൂള് വരാൻ പോകാം കേട്ടോ. ടർഫ് തുടങ്ങി 20 മിനിറ്റിനുള്ളിൽ ടർഫ് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടർഫ് തോക്കുന്ന ടീമിന് പോകും. എങ്ങനെയുണ്ട്? ഓക്കെ, എന്തായിരുന്നു ഇയാൾ ഗ്യാങ്